ശരി സാർ. സർ സർ പോവല്ലേ സർ, സത്യം പറഞ്ഞിട്ട് പോവും സർ. ഇവരാരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ആരും കയറ്റി വിട്ടതല്ല സർ. ഞാൻ കുറെ സമയമായിട്ട് സാറിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ല. കുറെ തവണ ഞാൻ ഇവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതില്ല. സാർ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ധൈര്യത്തിലാണോടാ നീ ഗുണ്ടായിസോ കാണിക്കുന്നത്? ഇല്ല സാർ, ഞാൻ ഗുണ്ടായിസൊന്നും കാണിച്ചിട്ടില്ല. നീ ഇവനെ കാറടിച്ച് കൊല്ലാൻ നോക്കിയില്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെയാ നീ ഇല്ലാതാക്കാൻ നോക്കിയത്. നിന്നെ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സാർ സർ സർ ഇതങ്ങനെയല്ല. കരഞ്ഞിട്ടും കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവൻ ജയിലിൽ പോകേണ്ടി വരും. ഇവന്റെ ലൈസൻസും ക്യാൻസൽ ആവും. കാറിന്റെ കാര്യവും പോക്കാണ്. പല തവണ ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിലിപ്പോ എനിക്ക് കുറ്റബോധം തോന്നുക. സർ, സച്ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതല്ല. കാറിന്റെ ബ്രേക്ക് പൊട്ടിയപ്പോ മുന്നിലുള്ള ഒരുപാട് പേരെ രക്ഷിക്കാൻ വേണ്ടി കാർ വെട്ടിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ പോയി ഇടിച്ചതാ. അല്ലാതെ ഇദ്ദേഹത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതല്ല സർ. സാറേ, ഇവര് കള്ളം പറയുക. കാറിന്റെ ബ്രേക്കിന് ഒരു കുഴപ്പമില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. കാറും പരിശോധിച്ചു. ബ്രേക്കിന് ഒരു തകരാറുമില്ല. ഇവൻ അഴിയെണ്ണം. ഇല്ല സർ, സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയം ഞങ്ങൾക്കില്ല. സർ സർ പോവല്ലേ സർ. ദേ, സത്യം എന്താന്ന് ഇവിടെ പലർക്കും അറിയാം. അതിലിതേ ഒരാളാണ് ഇദ്ദേഹം. എല്ലാവരും കൂടി ചേർന്ന് സാറിനെ വെറും വിട്ടിയാക്കുക. വാടക നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് അറിയോ? സാറേ, എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇടിച്ചു നിർത്തേണ്ടി വന്നത്. ഇദ്ദേഹം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ കാർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതാ അതിൻ്റെ ബ്രേക്ക് പോയതാ, എടുക്കില്ലെന്ന്. പക്ഷെ ഇദ്ദേഹം കാർ എടുക്കാൻ പറഞ്ഞു. ബ്രേക്ക് പോയ കാറ് ഒരു മൺകുന്നിൽ ഇടിച്ചാ ഇദ്ദേഹം കാർ നിർത്തിയത്. കൈ ഫ്രാക്ചർ ആയത് അങ്ങനെയാ. അല്ലാതെ ഒരു ഹോട്ടലിന് മുന്നിലും സ്ലിപ്പായി വീണതൊന്നും അല്ല സാറേ. അതൊക്കെ വെറുതെ കള്ളം പറയുന്നതാ. സാറേ, ഇവൻ കള്ളക്കഥ പറയാ സാറേ. അല്ലേ സാറേ? വെറുതെ നിങ്ങൾ രണ്ടുപേരും അന്നോണ പറയുന്നേ. സർ, ഞങ്ങൾ പറഞ്ഞ സാറിന് വിശ്വാസം ആവുന്നില്ല. സാർ തന്നെ നടന്നത് എന്താന്ന് പറ, എന്നാലും സാർ വിശ്വസിക്കൂ. ഇവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതെനിക്ക് കേൾക്കാതിരിക്കാൻ വയ്യ. നിങ്ങൾ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് എന്റെ വിശ്വാസം. പറയേ, ആര് പറഞ്ഞതാണ് സത്യം? പറയേ. അത് പിന്നെ സാറേ, ഇവര് പറയുന്നതാ സാറേ സത്യം. ഞാൻ ഓടിക്കുമ്പോ ഇവന്റെ കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു സാറേ. അതെ സർ. സത്യമാണിത്? അതെ സർ, സത്യമാ. ആ കാറ് നിർത്താൻ ശ്രമിക്കുമ്പോഴാ എനിക്ക് അപകടം പറ്റിയത്. അതിന്റെ ബ്രേക്ക് സ്വാഭാവികമായി തകരാറായതല്ല. ആരോ മനഃപൂർവ്വം തകരാറാക്കിയതാ സാറേ. അങ്ങനെയാ മെക്കാനിക്ക് പറഞ്ഞത്. എന്നിട്ട് താനെന്ത് നേരത്തെ എന്നോട് പറയത്തെ? അരുൺ സാറ് പറഞ്ഞിട്ടാ പറയാതിരുന്നത്. ഇവന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം, ലൈസൻസ് ക്യാൻസൽ ആക്കണം, അതുകൊണ്ട് സത്യം ആരും അറിയരുതെന്ന് എന്നോട് പറഞ്ഞു സാർ. അരുൺ, എന്തായി കേൾക്കുന്നേ? നീ കള്ളം പറയായിരുന്നല്ലേ? നിനക്ക് വേണ്ടി സംസാരിച്ച് ഞാനിപ്പോ വിടിയായി.
ഇവനോട് പകവിട്ടാൻ നീ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചു. നിയമം ദുരുപയോഗം ചെയ്യാൻ നോക്കി. മാപ്പർഹിക്കാത്ത കുറ്റം നീ ചെയ്ത്. ശിക്ഷ ഇവനല്ല, നിനക്കാ തരേണ്ടത്. സർ സർ സോറി സർ. എന്നെ പിടിച്ചകത്തിടണം. അതിന് വേറെ കാരണങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്ത്രപൂർവ്വം ഇങ്ങനെ ഒരു കാരണം ഉണ്ടാക്കി. കൊള്ളാം സാറേ, കൊള്ളാം. നിങ്ങളൊരു പോലീസുകാരൻ തന്നെയാണോ? അത് ക്രിമിനലോ? ഇത് കേസായി കോർട്ടിലെത്തിയിട്ടാണ് സത്യം തെളിഞ്ഞെങ്കിലേ നിനക്ക് യൂണിഫോം ഊരിയേക്കേണ്ടി വന്നനെ. എന്തായാലും ഇതിനുള്ള ശിക്ഷ നിനക്ക് ഡിപ്പാർട്ട്മെന്റ് തരും. ഇത് ഇങ്ങനെ തീർത്തതിന് നന്ദി. ഇല്ലെങ്കിൽ ഞാൻ കൂടി ഈ തെറ്റിന്റെ ഭാഗമായേനെ. കോൺസ്റ്റബിൾ സാർ, ഇവന്റെ കാറിന്റെ കീയും കൊടുത്തേക്ക്. ശരി സാർ. ഒന്ന് നിന്നേ സാറേ. ഈ സത്യം എന്നതേ കാട്ടാറ് പോലെയാ. അണകെട്ടി തടഞ്ഞു നിർത്താൻ കഴിയില്ല. അണകെട്ടാൻ നോക്കിയാലേ അത് തകർത്തെറിയും, എന്നിട്ട് കുതിച്ചൊഴുകും. സച്ചേട്ടാ വേണ്ട. കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. അതുപയോഗിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നോക്ക്. എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാനേ നേരിന്റെ വഴിയെ മാത്രം പോകുന്നവനാ. നിങ്ങൾ ഭയക്കണം. കാരണം നിങ്ങൾ സഞ്ചരിക്കുന്നത് തിന്മയുടെ വഴിയിലൂടെയാ. അതുകൊണ്ട് തന്നെ നല്ല കുരുക്ക് വീഴും. അത് എന്നിൽ നിന്നാവാതിരിക്കാൻ പ്രാർത്ഥിച്ചോ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. സച്ചി വന്നോളൂ. ആ സർ. ഇവിടെ നിന്ന് ഒപ്പിടണേ. ആരത്? അമ്മേ, കോളിംഗ് ബെല്ല് കേട്ടില്ലേ? ചന്ദ്രത് എത്ര നേരമായി കോളിംഗ് ബെൽ അടിക്കുന്നേ? നിനക്കെന്താ വാതിലും തുറന്നു കൊടുത്തൂടെ? നിങ്ങളോ? നിങ്ങളിത് എവിടെ പോയതാ? പോലീസ് സ്റ്റേഷനിൽ പോയതാ അച്ഛാ. ലൈസൻസും കാറും നഷ്ടപ്പെട്ട് സച്ചേട്ടൻ ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുമെന്ന് അമ്മ പറഞ്ഞപ്പോ ആ കാറ് ഞാൻ തിരികെ വാങ്ങിക്കൂന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ദാ സച്ചേട്ടന്റെ കാറ്. ദാ കാണ്, കൺകുളിർക്ക കാണും. അമ്മ നിന്നേ. ഇതെന്റെ ലൈസൻസ്, സച്ചിദാനന്ദൻ. ഇതിപ്പോഴും എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട്, ക്യാൻസൽ ചെയ്തിട്ടില്ല.
അച്ഛാ, കാറും ലൈസൻസും തിരിച്ചു കിട്ടി. ഇനി ഒരു പ്രശ്നവുമില്ല. സന്തോഷമായിടാ. എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ശരി മക്കളെ. അല്ലടാ, നീ ഒരു പോലീസുകാരന്റെ ബൈക്കിലല്ലേ കൊണ്ടിടിച്ചത്, എന്നിട്ടും അവർ ലൈസൻസ് തിരിച്ചു തന്നോ? എന്താടാ, തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് വിഷമായോ? അല്ല, അത് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു പോയതാ. ആ. ആരേത്? അച്ഛാ, രേവതി സ്റ്റേഷനിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടില്ലായിരുന്നു. ശരിക്കും ഇവളത് വാങ്ങിച്ചു തന്നത്. യാത്രക്കിടയിൽ സ്വാഭാവികമായിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഇതങ്ങനെയല്ല അച്ഛാ, ആരും മനഃപൂർവ്വം ബ്രേക്ക് തയ്യാറിലാക്കിയതാ. അതാരാ? മനഃപൂർവ്വം തകരാറാക്കിയതോ? ആ അതെ അച്ഛാ, സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരൻ പറഞ്ഞതാ. കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് പോലീസുകാരുടെ ബൈക്കിൽ ഞാൻ ഇടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞ കേൾക്കാതെ സ്റ്റേഷനിലേക്ക് എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയി. ആ പോലീസുകാരൻ കാറിന് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ആക്സിഡന്റിൽ പെട്ടു. ഒരു മെക്കാനിക്ക് ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ആരോ മനഃപൂർവ്വം ബ്രേക്ക് തയ്യാറിലാക്കിയാണെന്ന് മനസ്സിലായത്. എന്നെ കണ്ട കൈതരിക്കുന്നൊരു പോലീസുകാരനുണ്ടല്ലോ, അച്ഛനാളറിയാം. അന്ന് സുധിയെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടത് അയാളാ. അയാളുടെ ബൈക്കിലാണ് എൻ്റെ കാറിടിച്ചത്. എൻ്റെ കാറെടുത്ത് ആക്സിഡൻ്റായ പോലീസുകാരൻ കാറിൻ്റെ ബ്രേക്ക് ആരോ മനഃപൂർവ്വം തകരാറിലാക്കിയാണെന്ന് അയാളോട് പറഞ്ഞിരുന്നു. എനിക്കിട്ട് പണി തരാൻ വേണ്ടി ഇത് മറ്റാരോടും പറയരുതെന്ന് പോലീസുകാരനോട് അയാൾ പറഞ്ഞിരുന്നു. എങ്കിലല്ലേ എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിന്റെ ലൈസൻസ് ക്യാൻസലാക്കാൻ വേണ്ടി മനഃപൂർവ്വം അയാൾ ചെയ്തതാണോ? അതെ അച്ഛാ. ആക്സിഡൻ്റായ പോലീസുകാരൻ ഇക്കാര്യം സംസാരിക്കുന്നത് രേവതി കേട്ടിരുന്നു. അതുപോലെ SI സാറിനോട് പറഞ്ഞു. സത്യം മനസ്സിലാക്കിയ അദ്ദേഹം കാർ വിട്ടു തന്നു. ആ പോലീസുകാരന് നല്ലത് കൊടുത്തിരുന്നു SI സാറ്. ഇങ്ങനെയുണ്ടോ പോലീസുകാര്? ഈഗോയെ അദ്ദേഹത്തിന്, പകയും. അന്നത്തെ സംഭവത്തിന് ശേഷം എന്നെ കൊടുക്കാനുള്ള അവസരം നോക്കി നടക്കുക. ഇപ്പോഴും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ചീറ്റിപ്പോയി. അച്ഛാ, സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവം കൂടെയുണ്ട്. അല്ല, ഈ ആരാണ് ഈ കാറിന്റെ ബ്രേക്ക് തകരാറാക്കിയത്? എന്തിനാ അവരങ്ങനെ ചെയ്തേ? എന്നെ അപകടപ്പെടുത്താൻ, അല്ലാതെ എന്തിനാ? ആരാണിത് ചെയ്തതെന്നറിയില്ല. പക്ഷേ കാറിന്റെ കീ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. പുറത്തു പോകുമ്പോൾ കീ എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ കാണും. അച്ഛനും വന്നേ. ദേ, കീ ഞാൻ എപ്പോഴും വയ്ക്കുന്ന സ്ഥലം ഇവിടെയാ. ഇവിടെ ഇരുന്ന കീ എങ്ങനെ ഇത് ചെയ്തവരുടെ കൈ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രി കാറ് വീട്ടിൽ ഒതുക്കുന്നവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ആരോ ഇത് ചെയ്ത്. അല്ല, ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിന്നോട് വിരോധമുള്ള ആരും വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തുനിന്ന് വന്ന ശത്രുക്കൾ ആരെങ്കിലും തന്നെയായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അതെ, ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ല, അല്ലെങ്കിൽ ഈ കാറിന്റെ കീ രാത്രി വീട്ടിൽ വെച്ചിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ അവരുടെ കൈ കിട്ടുക? ആ, അത് പോയിന്റ്. ഈ വീട്ടിലുള്ള ആരോ കീ എടുത്ത് അവർക്ക് കൊടുത്തതാ. അല്ലാതെ അവർക്കത് കിട്ടില്ല. ഇന്നലെ രാവിലെ ആണെങ്കിൽ സച്ചേട്ടൻ വച്ചെടുത്തേ കീ ഉണ്ടായിരുന്നില്ല. കീ ഇതാ അവിടെ തറയിൽ നിന്നാ കിട്ടിയത്. ഇന്നലെ രാവിലെ ആണെങ്കിൽ സച്ചേട്ടൻ വച്ചെടുത്തേ കീ ഉണ്ടായിരുന്നില്ല. കീ ഇതാ അവിടെ തറയിൽ നിന്നാ കിട്ടിയത്. ഇവിടുന്ന് കീ എടുത്ത് ആരോ അവർക്ക് കൊടുത്തു. അവർ ബ്രേക്ക് തയ്യാറാക്കിയതിന് ശേഷം ജനലിലൂടെ കീ അകത്തേക്കിട്ടു. അതാണ് നടന്നത്.
ഇവിടുന്ന് ഇത് ആരെടുത്ത് കൊടുക്കാനാടാ? ഏയ്, ഇവിടുന്ന് ആരും അങ്ങനെ ചെയ്യില്ല. അതൊക്കെ അച്ഛന്റെ വിശ്വാസം. എന്നാലേ അതങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇവിടെയുള്ളവരും ചെയ്യും. നീ എന്തിനാടാ എന്നെ നോക്കുന്നേ? കീ എടുത്തു കൊടുത്തത് ഞാനാണെന്നാണോ നീ പറയുന്നേ? നിന്നെ ഇല്ലാതാക്കണമെന്ന് അവരുടെ ലക്ഷ്യം. ഞാൻ അതിന് കൂട്ടു നിൽക്കുന്നു നീ കരുതുന്നുണ്ടോ? ഞാനങ്ങനെ ചെയ്യോടാ? എടാ, ഞാൻ നിന്റെ ആരാ സച്ചി? ചന്ദ്രേ, ദേ, ഞാനാണിത് ചെയ്തതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. വേണമെങ്കിൽ പോലീസിൽ ഏൽപ്പിച്ചോ, അല്ലെങ്കിൽ എന്നെ തല്ലി കൊന്നോ. ഇതിൽ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. സത്യമായിട്ട് ഞാനിത് ചെയ്തിട്ടില്ല. അതിന് നിങ്ങൾ രണ്ടുപേരും അത് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഇത് ചെയ്തത്. എനിക്ക് സംശയമുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. ആരേ നിനക്ക് സംശയമല്ലേ? അതിപ്പോ ഞാൻ പറയുന്നില്ല അച്ഛാ. ആളെ പിടിച്ച് തെളിവ് സഹിതം ഞാൻ അച്ഛൻ്റെ മുന്നിൽ കൊണ്ട് നിർത്താം. ശിക്ഷ എന്താന്ന് വെച്ചാ അച്ഛൻ വിധിച്ചോ. നിന്റെ സന്തോഷമൊക്കെ എവിടെ പോയി? കെട്ടുപോയോ? ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ സന്തോഷത്തിനൊക്കെ അല്പം ആയുസേ ഉള്ളൂന്ന്. എന്തൊക്കെയായിരുന്നു? അവനെ അകത്താക്കും, അവന്റെ വണ്ടി വിട്ടുകൊടുക്കില്ല, ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ഒന്നും നടന്നില്ലല്ലോ. സച്ചിയുടെ കാറിന്റെ ബ്രേക്ക് ആരോ കരുതിക്കൂട്ടി കട്ടാക്കിയതാണെന്ന് മനസ്സിലായി. ഇത് പോലീസ് അന്വേഷിക്കും. ആന്റണി ഇപ്പോഴേ നാട് വിട്ട് കാണും. നീ എവിടേക്കാ പോകുന്ന? പറഞ്ഞു പേടിപ്പിക്കാതടി. മിക്കവാറും പോലീസിന് മുന്നേ സച്ചിൻ രേവതി അന്വേഷിച്ച ആളെ കണ്ടെത്തും. അതാ ഉണ്ടാവുക. കൈ കിട്ടിയ ജീവിതം നഷ്ടപ്പെടുത്തില്ലെന്ന് കൂടെ കൂടെ പറയാറുണ്ടല്ലോ നീ. ഇങ്ങനെ പോയാൽ നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. പ്രതികാരം ചെയ്യാനേ സച്ചിയുടെ പിറകെ നടക്കാതെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറിപ്പറ്റാൻ നോക്ക്. പതിയെ പതിയെ എന്റെ സുധി എന്നെ മറക്ക. അതെ, നിന്റെ ആന്റി ആഗ്രഹിക്കുന്നതും അത് തന്നെയാ. അവൻ നിന്നെ മറക്കണം. നിന്നെ ഡിവോഴ്സ് ചെയ്ത് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം. ഇങ്ങനെയാ പോകുന്നതെങ്കിലേ അത് ഉടനെ നടക്കും. നീ വേണ്ടത് ചെയ്യാൻ നോക്ക്. താങ്ക് യു സർ. ഇത്രയും വലിയ ഓർഡർ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നല്ല ഗ്രാൻഡായിട്ട് ചെയ്യണം. VVIPകളൊക്കെ വരുന്ന വിവാഹ ഫംഗ്ഷനാണ്. ഇത് ഭംഗിയായിട്ട് ചെയ്താൽ പിന്നെ രേവതിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഇതുപോലെയുള്ള വലിയ വലിയ ഓർഡറുകൾ കിട്ടും. 8.25 ലക്ഷത്തിന്റെ ഓർഡറാ രേവതിക്ക് നൽകിയിരിക്കുന്നത്. അത് വർക്കിൽ കാണാനുണ്ടാവണം. മണ്ഡപത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ ഡെക്കറേഷൻ ചെയ്യണമെന്ന് എഗ്രിമെന്റ് പേപ്പറിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്യും സർ. പക്ഷെ കുറച്ച് സമയമുള്ളൂ. പൂക്കൾക്ക് ഓർഡർ കൊടുക്കണം. പെട്ടെന്ന് ആയിക്കോട്ടെ. ജോലി ഇപ്പോഴേ തുടങ്ങിക്കോ. എല്ലാം പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം സർ. സാറിന് അറിയാലോ, യന്ത്രം കണക്കിന് ജോലി ചെയ്യുന്ന കുറെ സ്ത്രീകൾ എന്റെ കൂടെയുള്ളത്. അത് തന്നെ എന്റെ ധൈര്യം.
നമസ്കാരം സാർ. നമസ്കാരം. ഇതെന്താ ഈ കണ്ടോളന്മാരെയൊക്കെ പിടിച്ചിരുത്തിക്കുന്നേ? കണ്ടവളല്ലോ, ഈ രേവതി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവളാ. എന്നെക്കാൾ വേണ്ടപ്പെട്ട ആളോ? ഇവളൊക്കെ ഇന്നലെ മുളച്ചവള്. ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവൾക്കൊന്നും നേരാവണ്ണം ജോലി ചെയ്യാൻ പോലും അറിയില്ല. എനിക്ക് നേരാവണ്ണം ജോലി ചെയ്യാൻ അറിയാവുന്ന സാറിന് അറിയാവുന്നോണ്ടാ ഞാനിപ്പോ ഈ കസേരയിൽ ഇരിക്കുന്നതും നിങ്ങൾ ഇവിടെ നിൽക്കുന്നതും. നീ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഓർഡർ ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഫംഗ്ഷൻ നടക്കുന്നതേ ചെറിയ ഓഡിറ്റോറിയത്തിലൊന്നുമല്ല, വലിയ കൺവെൻഷൻ സെന്ററിലാ. നിനക്ക് അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വല്ല പരിചയമുണ്ടോ? അല്ലേലും പരിചയമില്ലാത്ത ആൾക്ക് സാറ് ഓർഡർ കൊടുക്കുന്നാണോ? അത്രയ്ക്ക് മണ്ടനാണോ സാറ്? അല്ല ഹേമ, ഞാൻ മണ്ടനല്ല. അതുകൊണ്ട് ഓർഡർ രേവതിക്ക് കൊടുത്തു. ഓർഡർ കൊടുത്തുന്നോ? അതെ, രേവതിക്ക് കൊടുത്തു. 8.25 ലക്ഷത്തിന്റെ ഓർഡറാ. രേവതി ചെയ്തു കൊടുത്ത മോഡൽസ് ഒക്കെ പാർട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജിന്റെ വിഷയമാണ്. രേവതിക്ക് നന്നായി ചെയ്യാൻ പറ്റും, ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാ ഓർഡർ രേവതിക്ക് കൊടുത്തത്. സാർ, ഇത്രയും വലിയ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇവൾക്കില്ല. ഉണ്ടോന്ന് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരെ വളർന്നു വരുന്നത്. മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യണമെങ്കിലേ ഞാൻ ഈ ബിസിനസ് തുടങ്ങണോ? എന്റെ സ്വപ്നം വളരെ വലുതാ. എന്റെ വഴി തടയാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. ഒന്നവിടെ നിന്നേ. കയ്യിൽ കാശ് വന്നാലേ അവളുടെ അഹങ്കാരം ഞാൻ കാണേണ്ടി വരും. വീടിന് മുകളിൽ ഒരു മുറി എടുക്കാൻ വേണ്ടിയാ ഓർഡറൊക്കെ ഇങ്ങനെ ഓടി നടന്ന് പിടിക്കുന്നത്. അവള് മുറി എടുക്കരുത്. എന്നെ വെല്ലുവിളിച്ചവരാരും വിജയിച്ചിട്ടില്ല. അവളുടെ വഴി ഞാൻ അടയ്ക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നു ഞാനും പറഞ്ഞു അവരോട്. അപ്പൊ ഉറപ്പായിട്ടും നീ തന്നെ ചെയ്യണം.